സുഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി ചിക്കൻ പക്കോടയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. 1/2 കിലോ ചിക്കൻ ബോൺലെസ്, ഒരു 3 സവാള സ്ലൈസ് ചെയ്തത്, 1.5 കപ്പ് കടലമാവ്, 1 കപ്പ് കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 കപ്പ് അരിപ്പൊടി, കുറച്ച് കറിവേപ്പില, 1 കപ്പ് മല്ലിയില, ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന്, ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് വെള്ളം, മുട്ടയുടെ ഒരു വെള്ളം. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു പാകമായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് സവാള നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മി ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാലും അത് വിട്ട് ഓരോ ചിക്കൻ മേലും ഒന്ന് പിടിക്കുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക്, മല്ലിയില അരിഞ്ഞു വെച്ചത്, പിന്നെ കാശ്മീരി ചില്ലി പൗഡറും മസാലപ്പൊടിയും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായ പീസായിട്ട് അരിഞ്ഞെടുത്തേക്കോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിനി ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കാശ്മീരി ചില്ലി മുളക് നല്ല കളറുള്ളതുകൊണ്ട് ഞാൻ കളർ ആഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യാം വേണമെങ്കിൽ കേട്ടോ.
ഇത് ഏകദേശം കുറച്ച് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു മണവും അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചിക്കൻ്റെയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതുകൊണ്ട് ഒന്നിച്ച് നമുക്ക് വറുത്ത് പോരാം. കറിവേപ്പിലയൊക്കെ ഒന്ന് പൊരിച്ചിട്ടുണ്ട്. ചിക്കന് നന്നായിട്ട് പൊരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.